സിക്കുകാരെ മുഴുവൻ രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ചെന്ന് പറഞ്ഞ് മുറവിളി ഉയരുമ്പോഴും രാഹുലിന് എല്ലാവിധ സപ്പോർട്ടുമായി എത്തിയിരിക്കുകയാണ് മറ്റൊരു സിക്കുകാരൻ. അതെ, US സന്ദർശനത്തിനിടെ സിഖ് വംശജരെ പറ്റി കോൺഗ്രസ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തെ അനുകൂലിച്ച് തഖ്ത് ദംദമ സാഹിബ് ജഥേദർ ഖിയാനി ഹർപ്രീത് സിംഗ് രംഗത്തു വന്നിരിക്കുകയാണ്. എന്നാൽ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്താണ് സിഖുകാർക്ക് നേരെ ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ ഉണ്ടായതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. വിവിധ പാർട്ടികൾ അധികാരത്തിൽ വന്നെങ്കിലും സിഖുകാരുടെ സ്ഥിതിയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. ചരിത്രപരമായി നോക്കിയാൽ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്താണ് സിഖുകാർക്ക് നേരെ പീഡനങ്ങളും കൂട്ടക്കൊലകളും അരങ്ങേറിയത്. എന്നാൽ സിഖ് വംശജരുടെ ഇന്നത്തെ അവസ്ഥയെപ്പറ്റി രാഹുൽ ഗാന്ധി പറഞ്ഞത് വളരെ ശരിയാണ്. സിഖുകാരുടെ സ്ഥിതിയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ഏത് പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നാലും അത് ആദ്യം ഉപയോഗിക്കുന്നത് സിഖുകാർക്ക് എതിരെയാണ്. സിഖുകാർക്കെതിരെ വിദ്വേഷ പ്രചരണവും ശക്തമാകുന്നുണ്ട് എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായിയുമായി സിഖ് പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ജഥേന്ദറിന്റെ ഈ പരാമർശം. രാഹുലിന്റെ പരാമർശം തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് പ്രതിനിധി സംഘം കൂടിക്കാഴ്ചയിൽ പറഞ്ഞിരുന്നു. BJP ദേശീയ സെക്രട്ടറി മജീന്ദർ സിംഗ് സിർസ, ഡൽഹിയിലെ സിഖ് ഗുരുദ്വാര മാനേജ്മെന്റ് കമ്മിറ്റി അധ്യക്ഷൻ ഹർമീത് സിംഗ് കൽക്ക എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ അപലപിച്ച സംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. അതേസമയം പരീക്ഷാ ഹാളുകളിൽ ടർബൻ ധരിച്ചെത്തിയ സിഖ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നിഷേധിക്കുന്ന സംഭവങ്ങളും ഹർമീത് സിംഗ് കൽക്ക ചൂണ്ടിക്കാട്ടി. ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിനിധി സംഘം ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. സെപ്റ്റംബറിൽ നടത്തിയ അമേരിക്കൻ പര്യടനത്തിനിടെയാണ് രാഹുൽ ഗാന്ധി സിഖുകാരെ പറ്റി പരാമർശം നടത്തിയത്. സിഖുകാരനായ ഒരു വ്യക്തിക്ക് ടർബൻ ധരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ എന്നും ഗുരുദ്വാരയിൽ പോകാൻ അനുവാദമുണ്ടോ എന്നുമാണ് രാഹുൽ ഗാന്ധി ചോദിച്ചത്. പിന്നാലെ രാഹുലിന്റെ പരാമർശത്തെ പിന്തുണച്ച് ശിരോമണി ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റി അധ്യക്ഷൻ ഹർജിന്ദർ സിംഗ് ധാമി രംഗത്തു വന്നിരുന്നു. എന്നാൽ മാറി മാറി വന്ന കോൺഗ്രസ് സർക്കാരുകൾ സിഖുകാരെ പരിഗണിച്ചില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. കഴിഞ്ഞ ദിവസം സിഖ് പരാമർശത്തിന്റെ പേരിൽ BJP നടത്തുന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്തിയത് BJPയെ ഞെട്ടിച്ചിരുന്നു. താൻ പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിക്കാനാണ് BJP നേതാക്കളുടെ ശ്രമമെന്നും അവർ നുണകൾ പ്രചരിപ്പിക്കുകയാണെന്നും രാഹുൽ തന്റെ എക്സിൽ എഴുതിയ പോസ്റ്റിൽ ആരോപിച്ചു. ഇന്ത്യയിലും വിദേശത്തുമുള്ള എല്ലാ സിഖ് സഹോദരങ്ങളോടും എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എല്ലാ സിഖുകാർക്കും അവരുടെ മതം ഭയമില്ലാതെ സ്വതന്ത്രമായി ആചരിക്കാൻ കഴിയുന്ന രാജ്യമാകേണ്ടേ ഇന്ത്യ? ഇത്തരം ചോദ്യങ്ങൾക്കൊപ്പം സെപ്റ്റംബർ 10-ന് US നടത്തിയ പ്രസംഗത്തിന്റെ ഒരു ഭാഗവും രാഹുൽ പങ്കുവച്ചിട്ടുണ്ട്. ഭരണകക്ഷി തന്നെ നിശബ്ദനാക്കാൻ ശ്രമിക്കുകയാണെന്നും സത്യങ്ങളെയും വസ്തുതയെയും അഭിമുഖീകരിക്കാൻ അവർ ഭയക്കുന്നതിന്റെ ഭാഗമാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇന്ത്യയെ നിർവചിക്കുന്ന മൂല്യങ്ങൾക്കായി ഞാൻ എപ്പോഴും ശബ്ദമുയർത്തും. രാജ്യത്തിന്റെ ഐക്യം, സമത്വം, സ്നേഹം എന്നിവയ്ക്ക് വേണ്ടി നിലകൊള്ളുമെന്നും രാഹുൽ പറഞ്ഞിരുന്നു. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണിയടക്കം നേതാക്കൾ ഉയർത്തിയിരുന്നു. അതിന് കേന്ദ്രമന്ത്രിയടക്കമുള്ള BJP നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ BJP നേതാക്കളുടെ പരാതിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെയും പോലീസ് കേസെടുത്തിരിക്കുകയാണ്. രാഹുൽ പരാമർശം പിൻവലിക്കണമെന്നാണ് BJP അനുകൂല സിഖ് സംഘടനകളുടെ ആവശ്യം.